ഓപ്പറേഷൻ പോളോയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച നാട്ടുരാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഹൈദരാബാദ്. ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ബ്രിട്ടീഷുകാർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരം ആയിരിക്കും. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വൈസ്രോയി ആരാണ്? ഉത്തരം റിപ്പൺ പ്രഭു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം താഴെ പറയുന്നവയിൽ ആരാണ്? ഉത്തരം കെ എം പണിക്കർ. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. താഴെ പറയുന്നവയിൽ ഇർവിൻ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ നടക്കാത്ത സംഭവം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മൂന്നാം വട്ടമേശ സമ്മേളനം. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഗദ്ദർ പാർട്ടി രൂപം കൊണ്ട വർഷം? ഉത്തരം 1913. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ബാലഗംഗാധര തിലക്. സ്വദേശി മിത്രം പത്രത്തിന്റെ സ്ഥാപകൻ? ഉത്തരം ജി സുബ്രഹ്മണ്യ അയ്യർ. കൈസർ ഇ ഹിന്ദ് എന്ന പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിനെ തിരികെ നൽകാൻ ഇടയായ സംഭവം ഏതാണ്? ഉത്തരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ലെൻ ലിത്ഗോ പ്രഭു ഓഗസ്റ്റ് വാഗ്ദാനം മുന്നോട്ട് വെച്ച വർഷം ഏതാണ്? ഉത്തരം 1940. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ഉത്തരം ജർമ്മനി. അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഗാന്ധിജി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഏത് സംഭവത്തിന് മുന്നോടിയായാണ്? ഉത്തരം നിസ്സഹരണ സമരം. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം? ഉത്തരം ജുനഗഡ്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി DE വാച്ച. ലക്നൗ സന്ധി ഒപ്പുവെച്ച വർഷം?
ഉത്തരം 1916. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത്? ഉത്തരം നാനാ സാഹിബ്. സാഡ്ലർ വിദ്യാഭ്യാസ കമ്മീഷന് നിയമിച്ച വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ചെംസ്ഫോർഡ്. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. താഴെ പറയുന്നവയിൽ ഭഗത് സിംഗ് സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ഉത്തരം നൗജവാൻ ഭാരത് സഭ. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളുടെ പേര് കാലഗണനാ ക്രമത്തിൽ ശരിയായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സത്താറ, ജയ്പൂർ, ഝാൻസി, ഔധ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1793. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം ലാഹോർ കോൺഗ്രസ് സമ്മേളനം. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ INC സമ്മേളനം നടന്ന സ്ഥലം? ഉത്തരം ജയ്പൂർ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഉത്തരം നിസ്സഹരണ സമരം. യൂണിവേഴ്സിറ്റി കമ്മീഷന് നിയമിച്ച വൈസ്രോയി ആരാണ്? ഉത്തരം കഴ്സൺ പ്രഭു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക സ്വന്തമാക്കുന്നതിനു വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ വിദേശ ശക്തി ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ഡോൺ എന്ന പത്രം ഡൽഹിയിൽ നിന്ന് ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1942. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഗൂഢാലോചനയുടെ പരിണത ഫലമാണ് 1857 കലാപം എന്ന് പ്രസ്താവിച്ചത് ആരാണ്? ഉത്തരം ജെയിംസ് ഔട്ട്രം. ഭാരത കോകിലം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം സരോജിനി നായിഡു. താഴെ പറയുന്നവയിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണ്? ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി. സ്വതന്ത്ര ഇന്ത്യയിൽ രാജിവെച്ച ആദ്യ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ആരാണ്? ഉത്തരം RK ഷൺമുഖം ചെട്ടി. തുടർച്ചയായ 2 INC സമ്മേളനങ്ങളിൽ അധ്യക്ഷനായ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ റാഷ് ബിഹാരി ഘോഷ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. സായുധ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ അംഗമായിരുന്ന വനിത ആരാണ്?
ഉത്തരം കൽപ്പന ദത്ത. പത്രപ്രവർത്തനം സംബന്ധിച്ച ആദ്യ പുസ്തകമായ വൃത്താന്ത പത്രപ്രവർത്തനം എഴുതിയത് ആരാണ്? ഉത്തരം കെ രാമകൃഷ്ണപിള്ള. പ്രാദേശിക ഭാഷ പത്രനിയമം പിൻവലിച്ചത് ആരാണ്? ഉത്തരം റിപ്പൺ പ്രഭു. 1857 കലാപത്തെ സംസ്കാരമുള്ളവരും സംസ്കാരമില്ലാത്തവരും തമ്മിലുള്ള പോരാട്ടം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ടി.ആർ. ഹോംസ്. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ മൂന്നാമത്തെ സത്യാഗ്രഹം ഏതാണ്? ഉത്തരം ഖേദ സത്യാഗ്രഹം. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ഉത്തരം ബോംബെ യൂണിവേഴ്സിറ്റി. INCയുടെ രണ്ടാം സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. രാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പാഴ് സമ്പ്രദായം നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധി. 1956 നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 14. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ തൂക്കിലേറ്റിയ വർഷം ഏതാണ്? ഉത്തരം 1931 മാർച്ച് 23. വേദസമാജം സ്ഥാപിതമായ നഗരം ഏതാണ്? ഉത്തരം മദ്രാസ്.